ആണ്. 2016 വാഗണർ VXi ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടി നോക്കിയത് ഗ്രേ കളറാണ്. VXi എന്ന് പറയുമ്പോൾ വേണ്ട ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടയർ ഫ്രണ്ട് 2 പുതിയ ടയർ കിടക്കുന്നത്. അത് നമുക്കൊരു വൈറ്റ് സെലീരിയാണ്. 2020 മോഡലാണ്. ZXi വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ. അത് നമുക്കൊരു സ്വിഫ്റ്റ് വണ്ടിയിലോട്ട് പോവാം. 2017 മോഡലാണ്. സിംഗിൾ ഓണറാണ്. 61,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് സ്വിഫ്റ്റ്. അടുത്ത നമുക്കൊരു ഈക്കോയിലോട്ട് പോകാം. 2016 ഈക്കോ 5 സീറ്റ് AC ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 87,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. അടുത്ത നമുക്കൊരു എക്സ്പ്രസ്സിലോട്ട് പോകാം. 2021 മോഡലാണ്. സിംഗിൾ ഓണറാണ്. 54,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. ഇത് നമ്മൾ കേട്ടനൊക്കെ നോക്കുന്ന ഒരു കസ്റ്റമർ ഇച്ചിരി ഹൈറ്റ് ഉള്ള വണ്ടിയാണ്. ആ ഒരു ബഡ്ജറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ തട്ടാമല എന്ന് പറഞ്ഞ ഭാഗത്താണ്. അതായത് കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തോട്ടൊക്കെ പോകുന്ന വഴിക്ക് തട്ടാമല എന്ന് പറഞ്ഞ ഭാഗത്താണ്. പോപ്പുലർ യൂസ്ഡ് കാസിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫാമിലി കാറുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അതായത് ലോ ബഡ്ജറ്റ് വണ്ടികൾ എന്നുള്ളതല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന നല്ലൊരു ഷോപ്പ്. അതായത് ഇപ്പോൾ ഒരു വാഗണർ, എസ്റ്റിലോ, i20, എക്സ്പ്രസോ, കിഡ്, ഓൾട്ടോ, സ്വിഫ്റ്റ് അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ എടുക്കാൻ, അതായത് 3.5 ലക്ഷം രൂപയൊക്കെ വില വരാവുന്ന രീതിയിലൊക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്ത. അവിടെ നിന്നൊക്കെ ആയിരിക്കും ഒരു സ്റ്റാർട്ടിങ്. 2.5, 3 ആ റേഞ്ചിന് തുടങ്ങുന്ന ടൈപ്പ് വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ ബ്രോ, എങ്ങനെയാണ് പുതിയ വണ്ടികളുടെ സ്റ്റോക്കുകളൊക്കെ എത്ര രൂപ തൊട്ടുള്ള വണ്ടികളൊക്കെ കിടക്കണം? നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 250 തൊട്ടാണ്. നമുക്കത് ഓൾട്ടോ 800 ഉണ്ട്. പിന്നെ നമുക്ക് കേട്ടൺ നോക്കുന്ന കസ്റ്റമർക്കാണെങ്കിൽ നമുക്ക് മോഡൽ കൂടിയ വളരെ ലോ കിലോമീറ്റർ കേട്ടൺ വന്നിട്ടുണ്ട്. 2019 താഴോട്ടുള്ളതാണ്. പിന്നെ നമുക്ക് എക്സ്പ്രസോ 2 മോഡൽ കൂടിയ വണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈക്കോ ഉണ്ട്, വാഗണർ ഉണ്ട്. അത്യാവശ്യം മാരുതിയുടെ എല്ലാം മോഡൽ കൂടിയ വണ്ടികളുണ്ട്. അങ്ങോട്ട് വരുമ്പോൾ നല്ല വില കൂടുതലാണ്. എത്ര രൂപ തൊട്ടുള്ള വണ്ടികൾ? നമുക്കൊരു 2.5 തൊട്ട് നമുക്കൊരു 6 രൂപയ്ക്കകത്ത് നിൽക്കുന്ന മോഡൽസ് ആണ് നമ്മൾ 6 രൂപയ്ക്കകത്ത് നിൽക്കുന്ന മോഡൽസ് ആണ് കാണിക്കുന്നത്. എല്ലാം മോഡൽ കൂടിയ അധികം വർഷം പഴക്കമില്ലാത്ത വണ്ടികളാണ്. ഉറപ്പാണ്. അപ്പൊ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാം, പ്രൈസ് പറയാം. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വണ്ടി കാണട്ടെ. ബാക്കി നമുക്ക് എന്തായാലും നമുക്ക് പലര് ഇപ്പൊ നിങ്ങളെ നല്ല കേട്ടോ, ഒരുവിധപ്പെട്ട പലര് കമന്റ് ആയിട്ട് അല്ലാതെ നേരിട്ട് പറയുമ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവസാന പ്രൈസ് ആണ് ഇവർ ഈ പറഞ്ഞത്. അഡ്ജസ്റ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് 5 രൂപയൊക്കെ ആയിരിക്കും നമുക്ക് വേണ്ടി. കാസർഗോഡ് നിന്ന് നമ്മൾ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ പോലും ഇവര് നമുക്ക് വണ്ടി ചെലവ് പോലും കുറച്ച്. അത് 2 കാര്യങ്ങളും. ഒന്ന്, നമ്മൾ ഈ കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നിലവിലെ കണ്ടീഷനാണ് കിടക്കുന്നത്. ഒരു കസ്റ്റമർ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കുറെ വർക്ക് അവർ നമ്മളടുത്ത് ഓഫർ ചെയ്യും. ചിലപ്പോൾ പെയിന്റിങ് കാണും, ചിലപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് കുറെ സൗണ്ട് കാര്യങ്ങൾ. അതായത് നമ്മളൊന്നും വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന വണ്ടിയല്ല. അപ്പൊ അങ്ങനെ കുറെ വർക്കും കാര്യങ്ങളും കൂടെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിനകത്ത് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യുന്ന എമൗണ്ട് കുറവായിരിക്കും. ആ കാര്യങ്ങൾ അത് നമ്മൾ കമ്പനി സർവീസ് സെന്റർ ചെയ്താണ് കൊടുക്കുക. അതിപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു കസ്റ്റമർ എന്ന നിലയിൽ ഞാൻ പറയാം, നിങ്ങളിപ്പോ ഈ വണ്ടിക്ക് 2 ലക്ഷം രൂപ പറഞ്ഞ ഉദാഹരണം, എന്നിട്ട് നമ്മൾ വന്ന് നോക്കാൻ നേരത്ത് അത് ഈ പെയിന്റ് പോയിട്ടുണ്ടെങ്കിൽ പെയിന്റ് ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ചിലപ്പോൾ മേജർ പെയിന്റ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കും. ചില കസ്റ്റമർക്ക് നമുക്ക് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ പോലും ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവർ പറഞ്ഞാൽ ഈ ഞങ്ങൾ അവർ എടുക്കാൻ വരുന്ന ഒരു പുതിയ വണ്ടിയുടെ ഫീൽഡിലോട്ടാണ് എടുക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അറിയാലേ, അത്യാവശ്യം പറയുന്ന ഇത് കണക്കൊക്കെ നല്ല വലിയ സ്ക്രാച്ച് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് കൊടുത്തേ പറ്റും. എന്ന് പറഞ്ഞൊരു ഡോറിനകത്ത് ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോറിനകത്ത് ചെറിയ ഇവിടെ ഒരു ഡെന്റ് ഉണ്ട്, അത് ചെയ്യണമെങ്കിൽ ഈ ഒരു പീസ് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ അറിയാലോ, ആ പ്രൈസ് അനുസരിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ കാര്യങ്ങൾ പറയാം. അല്ലാതെ നമുക്ക് ഡിസ്കൗണ്ട് മാക്സിമം നമ്മൾ 5, 10 അങ്ങനെ ഒരു പ്രൈസ് പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കും, ഏത് വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഈ വർക്കിൽ നിങ്ങൾക്ക് കച്ചവടങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു ഓൾട്ടോ 800 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 2020 മോഡൽ ഓൾട്ടോ 800 ആണ്. വൈറ്റ് കളറാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. LXi എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കിലോമീറ്റർ വളരെ കുറവേ ഓടിയിട്ടുണ്ട്. 21,000 കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത്. ഫസ്റ്റ് ടയറാണ്. പിന്നെ ഇതിനൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് സീറ്റ് കവർ, മാറ്റ്, അതുപോലെ തന്നെ അത്യാവശ്യം ഡബിൾ വിൻഡോ സെറ്റ്, ബാക്കിൽ സ്പോയിലർ. നമ്മളൊരു വണ്ടിക്കകത്ത് എന്തൊക്കെ ഫിറ്റ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നത് ആ ഒരു ഫിറ്റ്മെന്റ് ഓൾറെഡി കസ്റ്റമറായിട്ട് തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഓൾറെഡി 6 മാസം വാറന്റിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. കമ്പനി സർവീസ് ആണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി കൊണ്ടിരിക്കുകയാണ്. അതാ പറഞ്ഞത്, വണ്ടി അത്ര നീറ്റാണ്. അതാ ഞാൻ പറഞ്ഞത്, അത്യാവശ്യം ഒരു വേണ്ട എല്ലാ കാര്യങ്ങളും കസ്റ്റമറായിട്ട് നല്ല വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചൊരു വണ്ടിയാണ്. ബാക്ക് സെൻസർ വെച്ചിട്ടുണ്ട്. ഉണ്ട്, എല്ലാം ഉണ്ട്. സെൻസർ വരുന്നതാണ്. പിന്നെ നമുക്ക് ആ സ്റ്റീരിയോ അഡീഷണൽ ചെയ്തതാണ്. ഡബിൾ ഏതാണ് ഇത്? സിംഗിൾ എയർ ബാഗ് ആണ്. LXi വരുന്നത് സിംഗിൾ എയർ ബാഗ് വരുന്ന. സെൻട്രൽ ലോക്ക് ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമ്മൾ ഫിനാൻസ് നോക്കുവാണെങ്കിൽ വണ്ടി വിലയുടെ ഏകദേശം 80 അതായത് 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മോഡൽ കൂടി ഒരു വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും. 2020 ഓൾട്ടോ 800 നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, കണ്ടല്ലോ, ഷോറൂം കണ്ടീഷൻ കിടക്കുന്ന വണ്ടിയാണ്. ആണ് അടുത്തത് ഒരു ഓൾട്ടോ ആണ്, കുറച്ചും കൂടെ മോഡൽ കുറഞ്ഞാണ്. 2016 ഓൾട്ടോ 800 LXi ആണ്. ഫസ്റ്റ് ഓണർ ആണ്. ഇതിന് കിലോമീറ്റർ വളരെ കുറവാണ്.
നമുക്ക് 26,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ് കേട്ടോ. തുറന്നു നോക്കിയോ, ഇന്ത്യയിലൊക്കെ 26,000 കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. അതെ അതെ, ഹിസ്റ്ററിയും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, നോക്കിയാൽ മതി. നമ്മൾ ഇന്ത്യയിലൊക്കെ വല്ല നീറ്റ് ആൻഡ് ക്ലീൻ കിടക്കുവാണ്. അഡീഷണൽ ആയിട്ട് ഒരു സെറ്റ് ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, സീറ്റ് കവർ, മാറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കസ്റ്റമർ എടുക്കുമ്പോൾ സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് ചെയ്യേണ്ട ഒരു ബഡ്ജറ്റ് പോലെ കണക്ക് കൂട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഈ വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്. മനസ്സിലായില്ലേ? യൂസ്ഡ് കാർ ആണെങ്കിൽ ഇതൊക്കെ ഓൾറെഡി കസ്റ്റമറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി കിടക്കുന്നത്. 2016 മോഡലാണ്. നമുക്കിതും ആദ്യം ഒരു 7 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റുന്ന വണ്ടിയാണ്. 2016 ഓൾട്ടോ 800 LXI സിംഗിൾ ഓണർ, 26,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ 265 ഇട്ടേക്കുന്നത്. ഈ 265 എന്നുള്ളതിനകത്ത് എന്തെങ്കിലും കുറയും? തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ഒരിക്കലും ഫിക്സഡ് പ്രൈസ് അല്ല. വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം തീർച്ചയായിട്ടും നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്തു കൊടുക്കാം, ഏത് വണ്ടിയാണെങ്കിലും. നല്ല നോക്കിയാൽ മതി. വീൽ കപ്പ് കിടപ്പില്ല കേട്ടോ. ഓക്കെ. നമ്മൾ ബോഡിയൊക്കെ നോക്കിയാൽ മതി, പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന 2016 ഓൾട്ടോ 800 ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, പഴയ മോഡൽ കേട്ടം നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന 2 വണ്ടിയാണ് നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഒന്ന് 2017 കേട്ടൻ VXI ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ, 23,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസ് ആണ്. നിങ്ങൾ ആ വണ്ടി വീഡിയോ കാണുമ്പോൾ തന്നെ ആ വണ്ടിയുടെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. ഇന്റീരിയറൊക്കെ നോക്കിയാൽ മതി. വെൽ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് കിടക്കുന്ന 2017 മോഡൽ, വെറും 23,000 കിലോമീറ്റർ ഓടിയ കേട്ടൻ VXI ആണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. നമുക്ക് അത്യാവശ്യം ഈ കളറിന് മാച്ചിങ് ഉള്ള സീറ്റ് കവർ ഉണ്ട്, മാറ്റ് ഉണ്ട്, പിന്നെ സെറ്റ് ഒക്കെ ഓൾറെഡി വരുന്നതാണ്. അത് അഡീഷണൽ വരുന്നതാണ്, അത് വണ്ടിക്കകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. ബാക്ക് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ബോഡി നോക്കിയാൽ മതി, അങ്ങനെ പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. 2017 VXI സിംഗിൾ ഓണർ, 23,000 കിലോമീറ്ററോടെ പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. ഇത് നമുക്ക് 6 മാസം വാറന്റിയും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഇതില് ഒരു കാര്യം മാത്രമേ എനിക്കൊരു അരോചകം തോന്നി. എന്താണ്? ഈ നമ്മളെ ഈ ഡോർ തുറക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ. അതെ. അതിന്റെ മാത്രം അതിന്റെ വേറെ ഒന്നുമില്ല. അതിനകത്ത് ഈ ഡോറിന്റെ ഇവിടെ നമ്മൾ ഈ ക്രോം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇളക്കി കളഞ്ഞാണ്. മനസ്സിലായോ? അതായത് അതിന്റെ ഈ ഒരു പശയാണ് കാണിക്കുന്നത്. നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് പെയിന്റ് ചെയ്ത് ക്ലിയർ. അത് 4 ഡോറിലുണ്ട്. ഡോറിനകത്ത് ക്രോം ഉണ്ടായിരുന്നു, അത് പുള്ളിയായിട്ട് തന്നെ ഇളക്കിയാണ്. അതാണ് ആ ഒരു ചെറിയൊരു പശപ്പിന്റെ അടുത്ത് തോന്നുന്നത്. 4 ഡോർ ഹാൻഡിൽ അത് കണക്കാണ്. ഓക്കെ, പരിപാടി ചെയ്ത് വണ്ടി വൃത്തിയായിട്ടിരുന്നില്ല. അത് ഒരെണ്ണം ഇളയപ്പോ ബാക്കി പുള്ളി റിമൂവ് ചെയ്തായിരിക്കാം. വണ്ടി ബോഡിയൊക്കെ നോക്കിയത് വെൽ നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്ന 2017 കേട്ടൻ VXI ആണ്. എത്ര ചോദ്യം? ഇത് 3.5 ചോദ്യം. 3.5. അതെ. 6 മാസം വാറന്റിയുള്ള വണ്ടിയാണ്. അടുത്ത 2019 കേട്ടനാണ്. 2019 കേട്ടൻ നമ്മൾ നേരത്തെ കാണിച്ച 2017 ആണ്. സിംഗിൾ ഓണർ ആണ്. 30,000 കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് വണ്ടിയാണ്. നോർമലി ടയർ മാറിയോ? ഇല്ല, ഫസ്റ്റ് ഫ്രണ്ട് ടയർ മാറിയിട്ടുണ്ട്. ബാക്കിലത്തെ കമ്പനി ടയർ തന്നെയാണ്. ഇന്റീരിയലൊക്കെ നോക്കാം. വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിനകത്ത് നമ്മൾ എല്ലാ വണ്ടി പോലെ സീറ്റ് കവറും മാറ്റും എല്ലാം ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഓണർ ആണ്. ഇതിനകത്ത് നമുക്ക് സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് കേട്ടോ. കേട്ടൻ VXI ഓപ്ഷൻ ആണ്. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ് ഉള്ള വണ്ടിയാണ്. നമുക്ക് ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്കും എങ്ങനെ പോയാലും നമുക്കൊരു 75 രൂപ റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 2019 കേട്ടൻ VXI. റീപ്ലേസ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കമ്പനി സർവീസ് ആണ്. ഈ പറഞ്ഞ എല്ലാ വണ്ടിക്കും ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ 3.55. ഇത് ഏത് വർഷമായിരുന്നു? ഇത് 2019. അത് 2017. അതെ. അത് 23,000 കിലോമീറ്റർ, ഇത് 30,000 കിലോമീറ്റർ. 2 നോക്കിയാൽ മതി. അടുത്തതും ഒരു കേട്ടനാണ്, കുറച്ചും കൂടെ ഒരു മോഡൽ കുറഞ്ഞ കേട്ടനാണ്. 2015 കേട്ടൻ VXI. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിന്റെ കിലോമീറ്റർ വന്നിട്ട് 70 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രോപ്പർ കമ്പനി സർവീസ് ആണ്. ടയർ എല്ലാം സെക്കൻഡ് ടയറാണ്. അത്യാവശ്യം എല്ലാ ക്വാളിറ്റി ബേസ്ഡ് ടയറാണ് കിടക്കുന്നത്. ഇന്റീരിയർ നോക്കിയാലും എല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് കിടക്കുവാണ്. ഫിനാൻസ് നമുക്ക് ഇത് ഏകദേശം ഒരു 3-3.5 വർഷം വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. VXI മോഡലാണ്. അത്യാവശ്യം സ്റ്റീരിയും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് വരുന്നതാണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ വണ്ടിക്കകത്ത് ടയർ ആയാലും ബോഡി ആയാലും നമുക്ക് പെയിന്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ബേസിൽ കിടക്കുന്ന വണ്ടിയാണ്. ചോദ്യം ഇത് 2.55. ഇതിൽ ചെറിയ സ്ക്രാച്ച് നമ്മൾ അത്യാവശ്യം വേണ്ട, നമ്മൾ വൃത്തിയാവാൻ വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. 2.55. 2015. നമ്മൾ 17, 19, 15 3 കേട്ടനാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. ഇതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ പോളിഷിംഗ് സമയത്ത് ഇതൊക്കെ നമ്മൾ ആ ഒരു പഴക്കത്തിന്റെ ഇതൊക്കെ നമുക്ക് തെളിഞ്ഞു വരും. ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സർവീസിന്റെ ഭാഗമായിട്ട്. അടുത്ത് നമുക്കൊരു എക്സ്പ്രസോയിലോട്ട് പോകാം. 2021 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. 54,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. ഇത് നമ്മൾ കേട്ടനൊക്കെ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഇച്ചിരി ഹൈറ്റ് ഉള്ള വണ്ടിയാണ്. ആ ഒരു ബഡ്ജറ്റിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കേട്ടന്റെ വിലയുള്ളൂ? കേട്ടില്ല, ഇപ്പോഴത്തെ കേട്ടന് 6 ലക്ഷം രൂപ വില ഉണ്ടെന്നാ. എത്ര? പുതിയ വണ്ടിക്ക് 6 ലക്ഷം അടുപ്പിച്ച വില വരും. 5.50 ആ റേഞ്ച് വരും കേട്ടനൊക്കെ. നിങ്ങൾ ചോദിക്കുന്നയോ? ഏതാണ് നിങ്ങളിപ്പോ ചോദിക്കുന്നത്? എത്രയാണ് ഇതിന് നമ്മൾ ചോദിക്കുന്നത്? 3.85 ആണ്.
2021 മോഡലാണ്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഏറ്റവും ടോപ്പ് മോഡലാണ്. അപ്പൊ ആൻഡ്രോയിഡ് എല്ലാം അതിനകത്ത് ഇൻബിൽറ്റ് വരുന്നതാണ്, അഡീഷണൽ ചെയ്തതല്ല, ഇതെല്ലാം ഇൻബിൽറ്റ് വരുന്നതാണ്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. വണ്ടി ഇന്നലെ വൈകിട്ട് വന്നേ ഉള്ളൂ, അപ്പൊ അകത്തൊക്കെ ചെറിയ അതിൻ്റെ ഒരു റഷ്നസ് ഉണ്ട്, അത് നമ്മൾ ക്ലിയർ ചെയ്തായിരിക്കും വണ്ടി കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ മതി, പെയിന്റിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, സ്പോയിലർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു വണ്ടിക്കകത്ത് കാര്യങ്ങളൊന്നും ഇല്ല, സ്ക്രാച്ച് ഒന്നും ഇല്ലെന്ന്. പെയിന്റിങ് നമ്മൾ ചെയ്യുന്നതായിട്ടൊന്നും ഇല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. നിങ്ങൾ പറഞ്ഞ സ്ക്രാച്ചിങ് പെയിന്റിങ് നമ്മൾ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടൊന്നും ഇല്ല. ബോഡി എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുകയാണ്. 2021 മോഡലാണ്. 385 വരും. അടുത്ത നമുക്കൊരു പുതിയ മോഡൽ എക്സ്പ്രസ് ആണ്. 2024 വണ്ടിയാണെങ്കിൽ 25 ജനുവരി രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർ ആണ്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള VXI വേരിയന്റ് ആണ്. അതായത് നമ്മൾ ഈ വർഷം എടുത്ത വണ്ടിയാണ്. 2024-25 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. VXI മോഡലാണ്. ഇത് 18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സീറ്റ് കവർ വന്നിട്ടില്ല. സീറ്റ് കവറിലാണ്, അത് കമ്പനിയാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് 1 ഇയർ വാറണ്ടി കിട്ടും. 1 വർഷം വാറണ്ടി, 3 ഫ്രീ സർവീസും കിട്ടുന്ന വണ്ടിയാണ്. ഇതൊക്കെ നമ്മൾ അഡീഷണൽ ഫിറ്റ്മെന്റ് ആയിട്ട് കസ്റ്റമർ ചെയ്തതാണ്. 2024-25 രജിസ്ട്രേഷൻ വണ്ടിയാണ്. എക്സ്പ്രസോ VXI സിംഗിൾ ഓണർ. എത്ര ചോദ്യം? ഇത് നമുക്ക് വണ്ടി വന്നേ ഉള്ളൂ, ഏകദേശം ഒരു 490 ആ റേഞ്ച് എന്തായാലും വരും. 1 വർഷം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ടെങ്കിൽ അത് അഡീഷണൽ വരുന്ന വണ്ടിയാണ്. അത് നമുക്കൊരു വാഗണാർട്ട് പോകാം. 2014 വാഗണാർ LXI മോഡലാണ്. ഓണർഷിപ്പ് വരുന്ന ഫസ്റ്റ് ഓണറാണ്. കിലോമീറ്റർ 42,000 കിലോമീറ്റർ ഓടിയ LXI വേരിയന്റ് ആണ്. LXI എന്ന് പറഞ്ഞാൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ ആണ് LXIക്കകത്ത് വരുന്നത്. 2014 മോഡല്. സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. അത്യാവശ്യം സ്ക്രാച്ച് ഒക്കെ ഉണ്ട് വണ്ടി. അത് നമ്മൾ വണ്ടി കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലീൻ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഒരു വാഗണാർ നോക്കുന്ന ഒരു 3.5 ബഡ്ജറ്റിന് താഴെ വാഗണാർ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് പറ്റിയ ഒരു ചോയ്സ് ആണ്. 2014 വാഗണാർ LXI സിംഗിൾ ഓണർ, 42,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഈ വണ്ടിയുടെ മൊത്തത്തിൽ പെയിന്റിന് ചെറിയ അത് ഈ വൈറ്റ് വാഗണർ എന്നൊക്കെ പറഞ്ഞാൽ അത് നോൺ മെറ്റാലിക് വരുന്നത്, അതിന്റെ ഇതാണ്. പക്ഷെ നമ്മൾ ഈ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി വരും, പെയിന്റ് നല്ല രീതിയിൽ തിളക്കം കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മളായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് ആ ബമ്പറിന്റെ ജോയിന്റ് ഒക്കെ പോകുന്നതാണ്, അറിയാലോ. അതെല്ലാം കറക്റ്റ് ചെയ്ത് വരും. നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കൊടുക്കും. പിന്നെ അറിയാലോ, വർഷത്തിന് പഴക്കം അറിയാലോ. അല്ല, പിന്നെ അവസാനം പറയുന്നത് ഞങ്ങൾക്ക് ക്ലിയർ ചെയ്തതിന് കാശായെന്ന് പറയുന്നത്. ഇല്ല, നമ്മള് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് ഉറപ്പായിട്ട് കൊടുക്കുന്നതിനൊക്കെ പൈസ നമുക്ക് വേണ്ടത്, അതുകൊണ്ട് എടുത്തു പോയിച്ചതാണ്. അങ്ങനൊന്നും പേടിക്കണ്ട, നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2014 വാഗണാർ LXI റേഞ്ച് ആണ്. അത് നമ്മള് വൈറ്റ് അത് നമ്മളത് പോളിഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ആവണം, വണ്ടി വൃത്തിയാവും. അത് നമ്മൾ ഈ വന്ന കണ്ടീഷനിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ഇത് ഫീൽ ചെയ്യുന്നത്. ടയേഴ്സ് കുഴപ്പമില്ല. 2014 വാഗണാർ LXI ആണ്. എത്ര ചോദ്യം? നമ്മള് 3 രൂപയാണ് ഇട്ടേക്കുന്നത്. 3 നെഗോഷ്യബിൾ തീർച്ചയായിട്ടും ആണ്. വില മാക്സിമം ആ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. 2016 വാഗണാർ VXI ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടി നോക്കിയത് ഗ്രേ കളറാണ്. VXI എന്ന് പറയുമ്പോൾ വാഗണാർ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടയർ ഫ്രണ്ട് 2 പുതിയ ടയർ കിടക്കുന്നത്. ബാക്കി നോക്കിയാലും അത്യാവശ്യം 50% മേലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടയറാണ്. പിന്നെ ബോഡിയിൽ അങ്ങനെ പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ടില്ല. ഇന്റീരിയർ നോക്കിയാലും സീറ്റ് കവർ, അതുപോലെ തന്നെ മാറ്റ്, അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ സ്പോയിലർ ഉണ്ട്. 2016 ആണ്. 16 ആകുമ്പോൾ നമുക്ക് 6 മാസം വാറണ്ടി കൊടുക്കാവുന്ന വണ്ടിയാണ്. ഫിനാൻസ് നോക്കുന്ന കസ്റ്റമർക്ക് നമുക്കൊരു 75 രൂപ 80 രൂപ റേഞ്ചിലുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2016 വാഗണാർ VXI സിംഗിൾ ഓണർ വണ്ടിയാണ്. ടയർ ബാക്കിലത്തെ ടയറും ഏകദേശം അത്യാവശ്യം നല്ല ടയറുകളാണ് കിടക്കുന്നത്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമ്മൾ 355 ഇട്ടേക്കുന്നത്. 2016 വാഗണാർ VXI. എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഇറക്കാം. നമുക്ക് അത്യാവശ്യം വേണ്ട മാന്യമായിട്ടുള്ള രീതിയിൽ ഇറക്കാം. നമുക്കൊരു 70 രൂപ ഇറക്കാം. 70 രൂപ ആദ്യം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ബാക്കി ലോൺ ചെയ്ത് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്ത 2015 മോഡൽ വാഗണാർ VXI ആണ്. സിംഗിൾ ഓണർ ആണ്. ഇതിന്റെ കിലോമീറ്റർ വന്നിട്ട് 98,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 2015 വാഗണാർ VXI സിംഗിൾ ഓണർ. അത് ബമ്പറിന്റെ സ്ക്രാച്ചും കാര്യങ്ങളാണ്. അത് ജോയിന്റ് ഒക്കെ പോയപ്പോൾ കസ്റ്റമർ തന്നെ എവിടെയെങ്കിലും പുറത്ത് കൊടുത്തങ്ങനെ സ്ക്രൂ ചെയ്തേക്കാണ്. അത് നമ്മൾ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. പിന്നെ അത് 98 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2015 VXI. ഓണർഷിപ്പ് ഫസ്റ്റ് ആണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. ഈ വണ്ടിക്ക് പക്ഷെ ഒരു വൃത്തിക്കുറവുണ്ട് കേട്ടോ. വൃത്തിയാണ്. വണ്ടി വന്നതേ ഉള്ളൂ. അത് ഈ സീറ്റ് ഓവറിന്റെയൊക്കെയാണ്. ഈ സീറ്റ് ഓവറൊക്കെ ഇളക്കി കളഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നീറ്റാണ്. നമ്മൾ മെനഞ്ഞെന്ന് വന്ന വണ്ടിയുള്ളൂ. അത് ക്ലീൻ ആൻഡ് ഒന്നും ചെയ്തിട്ടില്ല. ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. 2015 വാഗണാർ VXI. എത്ര ചോദ്യം? ഇത് ചോദ്യം എത്ര? ചോദ്യം നമ്മളിത് 310 ഇട്ടേക്കുന്നത്. 310 ഈ ഒരു കണ്ടീഷൻ ആയിരിക്കില്ല കേട്ടോ. ഇത് വന്ന കണ്ടീഷനാണ്. അറിയാലോ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്തായിരിക്കും നമ്മൾ ഈ പ്രൈസിന് കൊടുക്കുന്നത്. ഈ കണ്ടീഷനിലായിരിക്കില്ല. നമ്മൾ അല്ലാതെ ഈ കണ്ടീഷനൊരു വാല്യൂ ഉണ്ട്. അതപ്പോൾ ഈ റേറ്റ് ആയിരിക്കും. അത് നമുക്ക് മാനേജറായിട്ട് ചോദിച്ചിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്കൊരു സ്വിഫ്റ്റ് വണ്ടിയിലോട്ട് പോകാം. 2017 മോഡലാണ്. സിംഗിൾ ഓണറാണ്. 61,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് സ്വിഫ്റ്റ്.
ടയർ ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം സെക്കൻഡ് ടയറാണ് കേട്ടോ, 60 കിലോമീറ്റർ ആയിട്ടുണ്ട്. സെക്കൻഡ് ടയറാണ് വണ്ടിക്കകത്ത് കിടക്കുന്നത്. പിന്നെ നമുക്ക് ഇന്റീരിയർ നോക്കുവാണെങ്കിലും ഇന്റീരിയർ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് കിടക്കുവാണ്. സീറ്റോറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു സീറ്റോറും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. മാറ്റ് ഉണ്ട്. പിന്നെ ഓൾറെഡി അതുപോലെ തന്നെ വണ്ടിക്ക് 6 മാസം വാറണ്ടി, നമ്മുടെ കമ്പനി വാറണ്ടി 6 മാസം കൊടുക്കുന്ന വണ്ടിയാണ്. ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്കും ആദ്യം ഒരു 1 ലക്ഷത്തിനകത്ത് ഡൗൺ പേയ്മെന്റ് അടയ്ക്കാനുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ സ്വിഫ്റ്റ് ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാവുന്ന വണ്ടിയാണ്. വണ്ടിക്ക് അത്യാവശ്യം നോക്കിയാൽ മതി, നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളുള്ള 2017 സ്വിഫ്റ്റ് മോഡലാണ്. ഓക്കെ, അന്ന് വണ്ടി നോക്കിയിട്ട് അതിൻ്റെ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കുറച്ച് വൃത്തിയാക്കാറുണ്ട്. അല്ല അതേ ഉള്ളൂ. അത് ഇന്റീരിയർ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെലിവറി സമയത്ത് ഇന്റീരിയർ ക്ലീനിങ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. 2017 സ്വിഫ്റ്റ് ആണ്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമ്മൾ 4.4 വരുന്നത്. 4.4. വണ്ടി 2017 സ്വിഫ്റ്റ് 4.4 വരും. അടുത്ത നമുക്കൊരു സെഡാൻ ടൈപ്പ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു ചോയ്സ് ആണ്. 2019 ഡിസയർ VXi ആണ്. BS6 മോഡലാണ്. സിംഗിൾ ഓണർ, 23,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. കമ്പനി സർവീസ് ആണ്. വണ്ടിക്ക് അങ്ങനെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മാരുതിയുടെ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ നോക്കിയാൽ മതി, നല്ല ഭംഗിയുള്ള ഒരു സീറ്റ് ഓവർ, മാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 2019 ഡിസയർ, റെയിൻ ഗാർഡ് ഉണ്ട്. ബാക്കിൽ നമുക്കൊരു സെഡാൻ ടൈപ്പ് നോക്കുന്ന, അധികം വലിയൊരു ബഡ്ജറ്റ് അല്ലാതെ ഒരു ഇടത്തരം ബഡ്ജറ്റ് സെഡാൻ ടൈപ്പ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് പറ്റിയ ബെസ്റ്റ് ചോയ്സ് ആണ്. 2019 ഡിസയർ VXi. പിന്നെ കളർ വൈറ്റ് ആണ്. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ ആണ് 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ സർവീസ് ഉണ്ട്. നമുക്ക് ലോൺ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് സുഖമായിട്ട് ഒരു 75 രൂപ അല്ലെങ്കിൽ 1 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന 2019 ഡിസയർ VXi ആണ്. ചോദ്യം എത്ര? നമ്മൾ 6-10 ചോദ്യം. അതിനകത്ത് മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം. ഡിസ്കൗണ്ട് ഭാഗമാണെങ്കിൽ എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സെഡാൻ ടൈപ്പ് ഉണ്ട്. ഏത് വർഷമായിരുന്നു? 2019 ലാസ്റ്റ്. ഇത് 2 എയർ ബാഗ്, ABS, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 2019 ഡിസയർ VXi, 23,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അടുത്ത നമ്മളൊരു ഡിസയർ ആണ്. അത് 2016 മോഡലാണ്. 2016 ഡിസയർ VXi ആണ്. സിംഗിൾ ഓണറാണ്. 62,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വണ്ടി എടുത്ത് അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ബമ്പർ അതുകൊണ്ട് ആ ഒരു ഡോറിനകത്തുണ്ട്. അത് സ്ക്രാച്ച് എന്ന് പറയാൻ പറ്റത്തില്ല. എവിടെ കൊണ്ടിട്ട സമയത്ത് പിള്ളേർ അല്ലേ എന്തോ കുത്തി വരച്ചാണ്. അത് നമുക്ക് ഒരു ആക്സിഡന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഡോർ ഒരു ബമ്പർ ഉണ്ട്. അതൊക്കെ നമ്മൾ പെയിന്റ് ചെയ്ത് ക്ലിയർ ചെയ്തായിരിക്കും വണ്ടി കൊടുക്കുന്നത്. 2016 ഡിസയർ VXi ആണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. ഇത് നമുക്ക് നോർമലി 6 മാസം വാറണ്ടി കവറേജ് കൊടുക്കാം. അതായത് പോപ്പുലറിന്റെ 6 മാസം വാറണ്ടി കൊടുക്കാം. എത്ര ചോദ്യം? ഇത് ടയറും കാര്യങ്ങളെല്ലാം അത്യാവശ്യമുണ്ട്. ചോദ്യം നമ്മൾ ഇത് 465 വരുന്നത്. 2016 ഡിസയർ ഒരു സെഡാൻ ടൈപ്പ് വണ്ടി. 465 വരുന്നത്. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. പിന്നെ കുറച്ച് നമ്മൾ ആദ്യം പറഞ്ഞാണെങ്കിൽ 1-2 പീസ് പെയിന്റിങ് വരും. അത് നമ്മളായിട്ടാണ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത നമുക്കൊരു വൈറ്റ് സെലീരിയോ ആണ്. 2020 മോഡലാണ്. ZXi വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ, 46,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയേക്കുന്നത്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. നമുക്ക് അകത്തോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സീറ്റ് ഓവറും കാര്യങ്ങളെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ വണ്ടിക്കകത്ത് എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ ഉണ്ട്. അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട്. 2020 സെലീരിയോ ZXi സിംഗിൾ ഓണർ, 47,000 കിലോമീറ്റർ. നമുക്ക് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. പിന്നെ ബാക്കിൽ സ്പോയിലർ ഫിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ വൈപ്പർ ഓൾറെഡി വരുന്നുണ്ട്. സെൻസർ വരുന്നുണ്ട്. 2020 സെലീരിയോ ZXi. നമുക്ക് ഫിനാൻസ് നോക്കുവാണെങ്കിൽ നമുക്കൊരു 80 രൂപ 75 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറങ്ങി കൊടുക്കാം. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 465 കേട്ടോ. അടുത്ത നമുക്കൊരു കിഡ് ഇത് ഓട്ടോമാറ്റിക് ആണ്. 2021 മോഡലാണ്. 15,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇത്രയും വർഷമായിട്ടാ. 2021 വെറും 15,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ കിഡ് ഓട്ടോമാറ്റിക് ആണ്. നോക്കിക്കോ, നമുക്ക് ഇന്ത്യയിലൊക്കെ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സീറ്റ് ഓവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ സെറ്റും ബാക്കിയെല്ലാം അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. 2021 കിഡ് ഓട്ടോമാറ്റിക്, 15,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. എത്ര ചോദിക്കുന്നത്? ചോദ്യം എത്ര? ഇത് നമ്മൾ 420 ഇട്ടേക്കുന്നത്. 2021 കിഡ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. ഇത് നമുക്ക് പോപ്പുലറിന്റെ 6 മാസം വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഇത് മൈലേജ് എന്ത് കിട്ടും? ഇത് 1000 cc അകത്തേ വരത്തുള്ളൂ. നമുക്ക് നോർമൽ വലിയ പ്രശ്നമില്ല. 16-17 മൈലേജ് ഓട്ടോമാറ്റിക് അത്രയും കിട്ടുമോ? കിട്ടും, തീർച്ചയായും. ലോങ് കിട്ടും. നമ്മൾ ട്രാഫിക്കിലൊന്നും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ലോങ് എന്തായാലും കിട്ടും. അന്ന് നോക്കിയത്. അടുത്ത നമുക്കൊരു ഈക്കോയിലോട്ട് പോകാം. 2016 ഈക്കോ 5 സീറ്റ് AC ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 87,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. 87,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഒരു അഡീഷണൽ സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവറേജ് ടയറാണ്. പിന്നെ ക്രാഷ് കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫുഡ് റെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി വണ്ടിക്കകത്തുണ്ട്.
ഒരു ഈക്കോ നമുക്കൊരു ബിസിനസ് പർപ്പസിൽ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 2016 ഈക്കോ 5 സീറ്റ് AC ആണ്. സിംഗിൾ ഓണർ, 87,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കേട്ടോ. എത്ര ചോദ്യം? വണ്ടി വന്നേ ഉള്ളൂ. എന്തായാലും ഒരു 3,00,000 പ്രൈസ് എന്തായാലും വരും. പ്രൈസ് നമുക്ക് ഞാൻ എന്തായാലും പറയാം കറക്റ്റ് കേട്ടോ. വിളിക്കുന്ന കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോഴേ ആൾക്കാർ അല്ല നമുക്ക് ഈ മാസം അവസാനം വേണ്ടി ഇന്നലെ കയറി 1-2 വണ്ടിയുടെ പ്രൈസ് നമുക്ക് ഇപ്പൊ അപ്ഡേറ്റ് ആവത്തുള്ളൂ പ്രൈസ് ലിസ്റ്റ്. അതുകൊണ്ടാണ് അത് തീർച്ചയായും കൊടുക്കാം. നമുക്ക് ഫുൾ പ്രൈസ് എന്നല്ല, നമ്മൾ വിളിക്കുന്ന കസ്റ്റമർക്ക് അന്നേരം തന്നെ അപ്ഡേറ്റ് കൊടുക്കാം. ധൈര്യമായിട്ട് എടുക്കാം. ഏത് കസ്റ്റമർക്ക് ആ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മാന്യ വിലയാന്ന് തോന്നുന്നെങ്കിൽ വിളിച്ച് ചോദിക്കും. ഒരു വണ്ടികളൊക്കെ നല്ല വണ്ടികളായിരുന്നു. പിന്നെ ചില വണ്ടികളുടെ മൊത്തത്തിൽ കറങ്ങി എടുത്തു തരാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഡീറ്റെയിൽസ് പറഞ്ഞ് തീർന്നു. പിന്നെ ലാഗ് അടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ വിട്ടാണ്. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ റൈറ്റ് സൈഡ് വാഗണർ വൈറ്റ് ഒന്നും കാണിച്ചാൽ റൈറ്റ് സൈഡ് ഡ്രൈവറിന്റെ സൈഡ് ഡോർ തുറന്നു കയറുന്ന ഭാഗത്ത് കുറച്ച് പെയിന്റ് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ട് മെൻഷൻ ചെയ്തതാണ്. അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ള വണ്ടികൾ കിടപ്പുണ്ട്, 1-2 ബാക്കി വണ്ടികളെല്ലാം നല്ല വണ്ടികളായിരുന്നു. അപ്പം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നല്ല നല്ല ഫാമിലി കാറുകൾ എടുത്തുകൊണ്ട് പോകാം. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ കാണിച്ചു തന്നിട്ടുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോയുടെ അവസാനം വീണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ